36 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട് കോഴിക്കോട് ജില്ലയിലെ മടവൂരിൽ മറവ് ചെയ്യപ്പെട്ട ഒരു വ്യക്തി. ആ വ്യക്തിയെ കുറിച്ച് ഒരാൾ നടത്തുന്ന പ്രശംസ നമ്മളൊന്ന് കേൾക്കുക. ടുത്തപ്പോൾ ശൈഖുന നേടിയെടുത്ത പവറാണിത്. ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും ആ വിളി കേൾക്കാനുള്ള പവർ. സഹോദരന്മാരെ, ദിക്റിലും ഫിക്റിലുമായി ലയിച്ചങ്ങടുത്തപ്പോൾ ശൈഖുന നേടിയെടുത്ത പവറാണിത്. ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും ആ വിളി കേൾക്കാനുള്ള പവർ. ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും നൊടിയിട കൊണ്ട് അവരെ സഹായിക്കാനുള്ള കഴിവ്. വല്ല നിലത്തിനും എന്നെ വിളിപ്പോർപ്പ് വായുകൂണ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ. എത്ര ദൂരത്ത് വെച്ച് വിളിച്ചാലും അള്ളാഹുവിന് കേൾക്കാൻ കഴിയും. ഏത് നിലക്കുള്ള സഹായം വേണമെങ്കിലും അള്ളാഹുവിന് എത്തിക്കാൻ കഴിയുമെങ്കിൽ ആ ഒരു റഹ്മാനിയത്തിന്റെ കഴിവ് നേടിയ ഔസുല്ലാഹ് തങ്ങൾക്ക്, അതേ റഹ്മാനിയത്തിന്റെ പവർ നേടിയ ശൈഖുന മടവൂർ ഓർക്ക് കഴിയുകയാണ്. ഖാജാ തങ്ങൾക്ക് കഴിയുകയാണ്, മഹാന്മാർക്ക് കഴിയുകയാണ്. ഈ നിലക്ക് പരിധിയില്ലാത്ത പവർ മഹാനവറുകൾ നേടി. അൽഹംദുലില്ലാഹ്, നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. മടവൂര് നാട്ടിൽ ജനിച്ചവരൊക്കെ ഭാഗ്യവാന്മാർ തന്നെ. മടവൂർ ശൈഖുനായെ കാണാൻ ഭാഗ്യം ലഭിച്ചവരൊക്കെ ഭാഗ്യവാന്മാരാണ്. അവരെ കണ്ട് ബന്ധപ്പെട്ടവരെയെങ്കിലും കാണാനും അവിടുത്തെ അത്ഭുത സംഭവങ്ങൾ കേൾക്കാനും ഇഷ്ടപ്പെടുന്ന മുഴുവൻ ആളുകളും ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ഈ വിഷയത്തിലേക്ക് കടന്ന് സംസാരിക്കുമ്പോൾ എനിക്കൊരു കുഴപ്പമുണ്ട്, ഇത് നിന്ന് കിട്ടൂല. കേട്ടല്ലോ, റഹ്മാനിയത്തിന്റെ പവർ അതുപോലെ നേടിയെന്നാണ്. എന്നിട്ട് പറഞ്ഞതോ, അള്ളാഹുവിനെ വിളിച്ചാൽ ഉത്തരം കിട്ടുന്ന പോലെ ഒരു പരിധിയുമില്ലാതെ ഉത്തരം നൽകാനും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരാനും കഴിവുള്ളവരാണത്ര ആര്? മടവൂരിലും അതുപോലെ തന്നെ അജ്മീറിലും ഒക്കെയുള്ള ആളുകൾ. ഇത് സമൂഹം ഇന്നും കേൾക്കുകയാണ്. ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ യാതൊരു മടിയുമില്ലാതെ സമൂഹ മധ്യത്തിൽ പറയാൻ ഇവരെ പ്രേരിപ്പിച്ചതെന്താണ്? അവസാനം അദ്ദേഹം പറഞ്ഞല്ലോ, ഇത് പറയാൻ തുടങ്ങിയാൽ നിൽക്കൂല എന്നുള്ളത്. എങ്ങനെ നിൽക്കുക? ഒരുപാട് കള്ളക്കഥകളാണ്, അതേപോലെ തന്നെ പൊള്ളത്തരങ്ങളാണ്, വ്യാജവാദങ്ങൾ മുൻനിർത്തി ആളുകളോട് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതൊരിക്കലും നിർത്താൻ കഴിയൂല. നമുക്കെല്ലാവർക്കും പരിചയമുള്ളതാണല്ലോ, വൈദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, പ്രവാചകരെ, എന്റെ അടിമകൾ എന്നെ കുറിച്ച് അങ്ങയോട് ചോദിച്ചാൽ അവർക്ക് കൊടുക്കേണ്ട ഉത്തരം എന്താണ്? ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ. പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ ഞാൻ സമീപസ്ഥനാണ്. അല്ലാഹു സമീപസ്ഥനാണ്. സഹോദരങ്ങളെ, ഇത് അല്ലാഹുവിന്റെ കലാമാണ്, അല്ലാഹുവിന്റെ വാക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വകയായി പറഞ്ഞതല്ല, ഏതെങ്കിലും ആളുകൾ അവരുടെ വകയായി വരച്ചതല്ല, മറിച്ച് അല്ലാഹുവിന്റെ വാക്കാണ്. അല്ലാഹുവിന്റെ വാക്കിനോളം ഏത് കഥയാണ്, ഏത് കവിതയാണ്, ഏത് ഗദ്യമാണ്, ഏത് സ്വപ്നകഥയാണ് നമുക്ക് തെളിവായി സ്വീകരിക്കാനുള്ളത്? അതുകൊണ്ട് തന്നെ വിശ്വാസരംഗത്തുള്ള നവോത്ഥാനം നിർത്താനായിട്ടില്ല. ആ നവോത്ഥാനം തുടരുന്നില്ല എങ്കിൽ ലൈസ കമിസ്ലിഹി ശൈഉൻ, അല്ലാഹുവിനെ പോലെ ഒന്നുമില്ല. ഇത് ഖുർആൻ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. ഈ ആയത്തുണ്ടായിരിക്കെ, ഖുർആൻ അല്ലാഹുവിനെ ഇപ്രകാരം പരിചയപ്പെടുത്തിയിരിക്കെ, എങ്ങനെയാണ് സഹോദരങ്ങളെ ഈ രൂപത്തിൽ സാദൃശ്യപ്പെടുത്തി സാമ്യപ്പെടുത്തി പറയാൻ സാധിക്കുക? അല്ലാഹുവിന്റെ കേവല അടിമകൾ, തിന്നുന്ന, ശ്വസിക്കുന്ന, വെള്ളം കുടിക്കുന്ന, കുടുംബജീവിതത്തിൽ ഏർപ്പെട്ട സാധാരണ അടിമകളെ പറ്റി അവർക്ക് പ്രത്യേക പദവിയും പോരിശയും ഒക്കെ നൽകി ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ പറയുകയാണ്. സൂറത്തു ഇഖ്ലാസ് എന്തിനാ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്? അഥവാ ഏക ഇലാഹി എന്ന വിശ്വാസം, ആ വിശ്വാസം ചില ആളുകൾ മാറ്റിമറിച്ചു. ഒന്ന് പോരാ, 3 എണ്ണം വേണം, അല്ലെങ്കിൽ എല്ലാറ്റിലും അല്ലാഹുവിന്റെ അംശമുണ്ട്, ദൈവത്തിന്റെ അംശമുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ സമൂഹത്തിന്റെ ഭാഗമാണ്. അതെല്ലാം തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താൻ ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്, അവൻ ആരെയും ആശ്രയിക്കേണ്ടതില്ല. ലം യലിദ് വലം യൂലദ്, അവന് മക്കളില്ല, അവൻ ആരുടെയും മക്കളല്ല.
അതേപോലെ തന്നെ അവന് തുല്യനായി ആരുമില്ല എന്ന് ഖുർആൻ പച്ചയായി പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും മടവൂരിലെ ആ നൂറാനിയത്താണ്, ആ കള്ള നൂറാനിയത്താണ് നമ്മുടെ ആളുകളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്നത്. ഈ പുസ്തകം മടവൂരിലെ നൂറാനിയത്ത് എന്ന പുസ്തകമാണ്. ഇതെന്തിനാണെന്നറിയോ? KVM പന്താവൂരി എന്ന സമസ്തയിലെ പഴയകാല ഉസ്താദ്, അയാൾ CM മടവൂരിനെ കുറിച്ച് മാത്രം എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ കാണാം, കാരണം മടവൂരിലെയും വരക്കലെയും മദീന മലർവാടിലെയും നൂറാനിയത്ത് പലതല്ല, ഒന്നു തന്നെയായിരുന്നല്ലോ. അള്ളാഹുവിന്റെ ദാത്തും നൂറാനിയത്തും രണ്ടാണോ? അല്ല. മുത്തു മുസ്തഫ എന്ന നൂറാനിയത്ത് അള്ളാഹുവിൽ നിന്ന് അന്യമാണോ? അല്ല. മുത്തു മുസ്തഫയുടെ നൂറാനിയത്തിൽ നിന്ന് അന്യമാണോ വരക്കലും മടവൂരും ഒക്കെയുള്ള നൂറാനിയത്ത്? അല്ലേ? അല്ല. ഒരേ ഒരു നൂറാനിയത്ത് തന്നെ. അതാണ് ശൈഖുന ഫരീദ് ബാവ പാടിയത്. എന്തായി പറഞ്ഞത്? അള്ളാഹുവിന്റെ നൂറ് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തി. അവിടുന്ന് അജ്മീറിലൂടെ, നാഗൂറിലൂടെ, മുത്തുപ്പേട്ടയിലൂടെ അങ്ങനെ വന്ന് അത് വരക്കൽ തങ്ങളിലെത്തി. ഇപ്പോൾ അതെവിടെയാണുള്ളത്? മടവൂരിൽ മറവ് ചെയ്യപ്പെട്ട CM മടവൂരിലാണ്. എത്രമാത്രം അബദ്ധമാണിത്! എത്രമാത്രം ഗൗരവമാണിത്! സഹോദരങ്ങളെ, നരകം ഉറപ്പാണെന്ന്, നരകം ഉറപ്പാണെന്ന് ഗണ്ണിതമായി ഖുർആൻ പറഞ്ഞ അത്രയും അപകടകരമായ വിഷയമാണ്. അങ്ങനെയുണ്ടോ? അള്ളാഹുവിന്റെ നൂറ് അവന്റെ സൃഷ്ടികൾക്ക് കൊടുക്കുക എന്ന ഒരു വിശ്വാസം, ഒരു സങ്കല്പം ഇസ്ലാമിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഒരിക്കലും ഇല്ല. ഇനിയോ, ഇത് കാന്തപുരം മുസ്ലിയാർ അവതാരിക എഴുതി കൊടുത്ത പുസ്തകമാണ്. എല്ലാ വീടുകളിലും എല്ലാ സരസ്സുകളിലും നിർബന്ധമായും വായിക്കണം, വായിക്കൽ അനിവാര്യമാണ് എന്ന ആമുഖം എഴുതപ്പെട്ട പുസ്തകമാണ്. ആ പുസ്തകത്തിൽ നോക്കൂ നിങ്ങൾ, ഈ CM മടവൂര് എല്ലായിടത്തും ഇങ്ങനെ സുജൂദിൽ പോകുത്രേ, എല്ലായിടത്തും പറയാണ്. എങ്ങനെയാണ് സുജൂദ് ചെയ്യാതിരിക്കുക? വഫീഹി നൂറാനിയത്തുർ റഹ്മാൻ, റഹ്മാനിന്റെ നൂറാനിയത്ത് അയാളിൽ ഉണ്ട് എന്നാണ്. റഹ്മാനിന്റെ നൂറാനിയത്ത് അയാളിൽ ഉണ്ട് എന്നാണ്. സഹോദരങ്ങളെ, ഇത്രയും ഭീമമായ അബദ്ധങ്ങൾ സമൂഹം കേൾക്കുമ്പോൾ ഇവിടെയാണ് നവോത്ഥാനം നടത്തലിന്റെ പ്രസക്തി. ഇവിടെയാണ് ഇത്തരത്തിലുള്ള വിശദീകരണങ്ങളുടെ മഹത്വം, അതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർന്നില്ല. ഷഹാദത്ത് കലിമയെപ്പോലും ആലോചിക്കണം. ഒരാൾ മുസ്ലിമാണെന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് ഷഹാദത്ത് കലിമയാണ്. അതോടുകൂടി ഇസ്ലാമിന്റെ ഉള്ളിലാണ് അയാളുടെ വിശ്വാസ, ആചാര, അനുഷ്ഠാന കാര്യങ്ങൾ അതെങ്ങനെയാകണം എന്നാണ് ഷഹാദത്ത് കലിമ പഠിപ്പിക്കുന്നത്. എന്നാലോ നമ്മുടെ നാട്ടിൽ 100 വർഷത്തോളമായി പല ആചാരങ്ങൾ, പല അനുഷ്ഠാനങ്ങൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർക്ക് ഷഹാദത്ത് കലിമയെ തെളിവാക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്തു? ഷഹാദത്ത് കലിമയുടെ അർത്ഥത്തിൽ പോലും കളങ്കം വരുത്താൻ മടിയില്ലാത്തവരായി ഉസ്താദുമാർ മാറുകയാണ്. ഒരു സഖാവി പറയുന്നു കേട്ടോളി. ജാറം അറ്റാച്ച് ചെയ്തിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ, പള്ളി ജാറമ, അത് എവിടുന്ന് പോകുന്നതാ? അത് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിൽ നിന്ന് പോകുന്നതാ. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു പള്ളിയാണ്, മുഹമ്മദ് റസൂലുള്ളാഹ് മദീനത്തെ ജാറമാണ്. ഇത് രണ്ടും കൂടി ചേർന്നാണ് ദീനിന്റെ വളർച്ചയും പുരോഗതിയും എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. അതിൽ നിന്ന് ജാറങ്ങളെ മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുഹമ്മദുർ റസൂലുള്ളാഹയെ മാറ്റിവെക്കുന്നു എന്നാണ്. കേട്ടല്ലോ, ജാറങ്ങളെ മാറ്റി നിർത്തുക എന്നത് ഷഹാദത്ത് കലിമയെ മാറ്റി നിർത്തലാണ്. എന്താ സഹോദരങ്ങളെ ഇത്? ജാറ സംസ്കാരം എവിടെയാണ്? അത് ഹിജറ 4-ാം നൂറ്റാണ്ടിലാണ്. വേറെ ഒരു കാലത്തും കാണില്ല. ഇസ്ലാമിന്റെ ഉത്തമ തലമുറയിൽ ജാറ സംസ്കാരമില്ല, അത് ഉറപ്പാണ്. ഇതുവരെ, ഈ നിമിഷം വരെ ഒരു ഉസ്താദിനും കൃത്യമായി തെളിയിക്കാൻ കഴിയാത്ത ഒന്നാണ്. കുറെ നിർമ്മിത കാര്യങ്ങൾ കൊണ്ടുവരും. ചെറിയ കുട്ടികൾ ഖബറൊക്കെ ചാടിയ കഥകൾ കൊണ്ടുവരും. അതാണോ ഇസ്ലാമിൽ ഒരു കാര്യം തെളിയിക്കാനുള്ള മാനദണ്ഡം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറുകളെ ഒരു ചാണിൽ ഉയർത്താൻ സമ്മതിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ കണ്ട സ്വഹാബിയാണ് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞു, ഭൂമിയിൽ നിന്ന് ഒരു ചാൺ ഉയർത്തിയതായി അവിടെ നിന്റെ ഖബർ കണ്ടു എന്നാണ്. താബിയുകൾ ഖബർ കണ്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ കണ്ടവർ പറഞ്ഞു, ഒരു ചാൺ മാത്രം. നമ്മുടെ നാട്ടിലുള്ള ഉസ്താദുമാർ ഷാഫിഈ മദ്ഹബ് അവകാശപ്പെടുന്നവരാണ്. ഷാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ അഭിപ്രായം ജാറ നിർമ്മാണം ഹറാം, നിഷിദ്ധം എന്നാണ്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് അല്ലുമിലൂടെ പഠിപ്പിച്ചു. ഇമാം നവവി റഹിമഹുല്ലാഹ് ശറഹ് മുസ്ലിമിലൂടെ പഠിപ്പിച്ചു.
എല്ലായിടത്തും അത് കാണാം. എത്ര ഹദീസുകളുണ്ട് ആ വിഷയത്തിൽ. എന്നിട്ട് ജാറം അത് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അത് ജാറമാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് പള്ളിയാണ്. എത്രത്തോളം ഷഹാദത്ത് കലിമയെ ക്രൂശിക്കുന്നു, ഷഹാദത്ത് കലിമയെ ഇവർ ഉപദ്രവിക്കുന്നു. സഹോദരങ്ങളെ, അള്ളാനെ വിളിക്കേണ്ട പള്ളി, ആ പള്ളിക്കകത്ത് ജാര സംസ്കാരമുണ്ടെങ്കിൽ നിസ്കരിക്കാൻ പോലും പറ്റൂല, നിസ്കരിക്കാൻ പോലും പറ്റൂല. അതാ ഇസ്ലാമിന്റെ പാഠം. കാരണം വന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, പള്ളികൾ അല്ലാഹുള്ളതാണ്. ആ പള്ളികളിൽ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല. യാ ശൈഖേ, അതേപോലെ യാ വലിയേ, അതേപോലെ യാ സയ്യിദേ, ആ നിലക്കുള്ള വിളികൾ അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ പാടില്ല. അള്ളാനെ മാത്രം വിളിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഉത്തമ തലമുറയിൽ കാണാത്ത, സമസ്ത പോലും അംഗീകരിച്ച സമസ്തയുടെ അൽ മുബാറക് മാസികയിൽ, ആ മാസികയിൽ പ്രത്യേകം പറഞ്ഞു, ജാറം കെട്ടിപ്പൊക്കുക എന്നത് ഷിയാക്കളുടെയും സുന്നികളുടെയും രീതിയാണ്. അങ്ങനെ തന്നെ പറഞ്ഞു. പിന്നെ എങ്ങനെ സഹോദരങ്ങളെ അത് ഷഹാദത്ത് കലിമയാവുക? ഷിയാക്കൾ ജാറം കൊണ്ടുവരുന്നത് 4-ാം നൂറ്റാണ്ടിലാണ്. എങ്ങനെയാണത് 3-ാം നൂറ്റാണ്ടിലേക്ക് ചേർക്കപ്പെടുക, 1-ാം നൂറ്റാണ്ടിലേക്ക് ചേർക്കപ്പെടുക? ഒരിക്കലും യോജിക്കാത്ത വാദം അള്ളാഹുവിന്റെ ദീനിന്റെ മേൽ വെച്ച് കെട്ടുന്ന രീതി ഇപ്പോഴും ഉസ്താദുമാർ തുടരുമ്പോൾ നമുക്ക് വിശ്രമിക്കാനായിട്ടില്ല. ഇനിയോ ഈ ജാറങ്ങളിൽ മറവ് ചെയ്യപ്പെട്ടവർ, അവർക്ക് നൽകപ്പെടുന്ന പോരിശകളോ അത് വളരെ ഗുരുതരമാണ്. സുന്നി അഫ്കാർ കഴിഞ്ഞ മാസം ഫെബ്രുവരിയിലെ സുന്നി അഫ്കാറാണ്, 2026 ഫെബ്രുവരിയിലെ സുന്നി അഫ്കാറാണ്. ഇതിൽ EK ഹസൻ മുസ്ലിയാരെ പറ്റിയ ഒരു ലേഖനം ആരാ എഴുതിയത്? ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. ആ ലേഖനത്തിൽ നോക്കൂ നിങ്ങൾ, ഷെയ്ഖുനയുടെ ജീവിതം ശരീഅത്തിന്റെ റൂട്ടിലായിരുന്നു. ആരുടെ ഹൃദയത്തിലേക്ക് നോക്കാനും ഈമാനുണ്ടോ എന്ന് പറയാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. EK ഹസൻ മുസ്ലിയാർക്ക് ആരെ ഹൃദയത്തിലേക്ക് നോക്കി ഈമാനുണ്ടെന്ന് പറയാൻ സാധിച്ചിരുന്നു എന്ന് ഒരു മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ സഹോദരങ്ങളെ, വിശ്വാസ ജീർണത എത്രയാണ്, വിശ്വാസ ജീർണതയിൽ അകപ്പെട്ടവർ എത്രയാണ്. അവരെ മോചിപ്പിക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഹൃദയങ്ങളിലേക്ക് നോക്കുന്നവൻ ആരാ സഹോദരങ്ങളെ? അള്ളാഹുവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ കപടന്മാരുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരാളെ മനസ്സ് നോക്കിയിട്ട് നീ കപടനാണ്, മാറി നിൽക്കടാ എന്ന് പറഞ്ഞ ഒരു ചരിത്രം വഹയിലൂടെയല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടോ? ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവകാശപ്പെടാത്ത, സ്വഹാബത്ത് അവകാശപ്പെടാത്ത അവരാണല്ലോ ഏറ്റവും വലിയ ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ. അവരൊന്നും അവകാശപ്പെട്ടത് ഈ അടുത്ത കാലങ്ങളിൽ മരണപ്പെട്ടവരുടെ പേരിൽ സമൂഹം കേൾക്കേണ്ടി വരുമ്പോൾ, വലാകിൻ എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് ഇലാ അഅമാലിക്കും, നിങ്ങളെ കർമ്മങ്ങളിലേക്കാണ്, നിങ്ങളെ ഹൃദയങ്ങളിലേക്കാണ്. അത് റബ്ബിന്റെ മാത്രം കഴിവാണ്. നമ്മൾ വിശ്വാസികളാണോ? നമ്മുടെ വിശ്വാസം എത്രയുണ്ട്? ഇതറിയുന്നവൻ അല്ലാഹ് മാത്രമാണ്. വേറെ ആർക്കും അത് പ്രവചിക്കാനോ അതേപോലെ തന്നെ പറയാനോ കഴിയില്ല. അത്രത്തോളം വിശുദ്ധ ഇസ്ലാം ആ കാര്യത്തിന്റെ ഗൗരവം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി നോക്കൂ നിങ്ങൾ, ഇവരൊക്കെ ഈ പറയുന്ന പോലെ മരണപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾ ഇവരെ സങ്കല്പത്തിലുള്ള പദവിയിലേക്ക് എത്തണമെങ്കിൽ ഇവർ നിർമ്മിച്ചുണ്ടാക്കിയ, അഥവാ ലോകത്ത് ഇസ്ലാമിനെതിരായി സഞ്ചരിച്ച ഷിയാക്കളും സൂഫികളും ഉണ്ടാക്കിയെടുത്ത, അവർ പാകപ്പെടുത്തിയെടുത്ത നാല് ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളിൽ അത് പൂർത്തിയാക്കിയാൽ മാത്രമേ ഇവർ പറയുന്ന രൂപത്തിലുള്ള ഔലിയാക്കളായി മാറാൻ ഖബറുകളിൽ മറവ് ചെയ്യപ്പെട്ടവർക്ക് സാധിക്കൂ എന്നാണ് CM മടവൂരിനെ തന്നെ പറ്റി പറയുന്നത്. കേട്ടോളി. ലോകം തന്നെ നിയന്ത്രിക്കുന്ന കുത്തുബുൽ ആലം എന്ന പദവിയിലേക്ക് മഹാനവരുകൾ എത്തിപ്പോയില്ലേ? ശരീഅത്തും തരീഖത്തും ഹഖീഖത്തും കടന്ന് അല്ലാഹുവിന്റെ മഅരിഫത്ത് എന്ന പ്രഭയിൽ തിളങ്ങിയ മഹാനാണ്. ആ മഅരിഫത്തിൽ മുങ്ങിക്കുളിച്ച മഹാനാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അതാ മഹാനവരുകള് സുബ്ഹാനല്ലാഹ് റബ്ബിന്റെ എല്ലാം കരസ്ഥമാക്കിക്കൊണ്ട് നാട് മുഴുവനും ചുറ്റിക്കറങ്ങി. കേട്ടല്ലോ, ആ 4 ഘടകങ്ങൾ അഥവാ ശരീഅത്തിലൂടെ, ത്വരീഖത്തിലൂടെ, ഹഖീഖത്തിലൂടെ മഅരിഫത്തിലേക്ക് എത്തുക. ഇതേത് ഇസ്ലാമാണ്? ഇസ്ലാം എന്ന ശരീഅത്തുണ്ട്, ഈ നിലക്കുള്ള വാദം അതിലില്ല. അതേപോലെ തന്നെ ഇസ്ലാം എന്ന ത്വരീഖത്തുണ്ട്, അത് സിറാത്തുൽ മുസ്തഖീമാണ്. ആരെങ്കിലും സഹോദരങ്ങളെ ശരീഅത്തൊക്കെ സ്വീകരിച്ച് സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിച്ച് ഞാനിതാ അള്ളയായിട്ടുണ്ട്, ഞാൻ ലോകം നിയന്ത്രിക്കുന്ന ആളായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ
അയാൾക്ക് ഭ്രാന്തി എന്നല്ലാതെ, അയാൾക്ക് പ്രത്യേക രൂപത്തിലുള്ള അസുഖമുണ്ട് എന്നല്ലാതെ അതെങ്ങനെ ഇസ്ലാം ആവുക? ഈ 4 ഘടകങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചതല്ല, മനസ്സിലാക്കണം. പല റാത്തീബിന്റെ സരസ്സുകളിൽ, പല വാദകളിൽ ഇതിങ്ങനെ കേൾക്കും. അത് കേൾക്കുമ്പോ സാധാരണക്കാർ വിചാരിക്കും ഇതൊക്കെ ഇസ്ലാമിന്റെ മൂർധന്യാവസ്ഥയാണ്. ഒരിക്കലും അല്ല. ഇസ്ലാമിനെ വികലമാക്കാൻ സൂഫികൾ നിർമ്മിച്ചതാണ്. ഈ പുസ്തകം നോക്കൂ നിങ്ങൾ, അൽ മൗലിദുൻ നൂരി ലിൽ ഗൗസിൽ മദവൂരി, അഥവാ കാന്തപുരം മുസ്ലിയാർ അവതാരിക എഴുതി കൊടുത്ത ഈ പുസ്തകത്തിൽ കാണാ CM മടവൂരിന്റെ അടുക്കൽ ഒരു സഖാഫി വന്നിട്ട് പറഞ്ഞു, അന അഖൂലു അൻക, നിങ്ങളെ പറ്റി ഞാൻ പറയുന്നു, കുതുബുൽ അഖ്താബ് വ മുദബ്ബിറുൽ ആലം, നിങ്ങൾ കുതുബുൽ അഖ്താബാണ്, ലോകം നിയന്ത്രിക്കുന്ന ആളാണ് എന്ന് വന്ന് പറഞ്ഞപ്പോ കേൾക്കേണ്ട താമസം ഫഅബാൻ, ശരിയാണ്, ഞാനാണ് ലോകം നിയന്ത്രിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു ഫൽ മദ്ഹു യഖ്സുറു അൻ ബുലൂഹിൽ മഖ്സദി, ഇതൊന്നുമല്ലടോ, ഇതിനേക്കാൾ വലിയ പോരിശയുണ്ട്, അതിനേക്കാൾ മുകളിലാണ്, അർശിന്റെ മുകളിലാണ്. ലോകം മാത്രം നിയന്ത്രിക്കലല്ല, അർശിന്റെ മുകളിലാണ്, കുർസിയുടെ മുകളിലാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അള്ളയാണടോ. ഇങ്ങനെ പച്ചക്ക് ഇയാൾ പറഞ്ഞു. ഈ പുസ്തകത്തിലുള്ളതാണ്. ഇതൊക്കെ സമൂഹത്തെ പഠിപ്പിക്കാനും സമൂഹത്തിൽ പ്രചരിപ്പിക്കാനും പണിയെടുക്കുന്നവർ ഇന്നുമുണ്ടാകുമ്പോൾ സഹോദരങ്ങളെ, വിശ്വാസികൾക്ക് വിശ്രമിക്കാനായിട്ടില്ല. മാത്രവുമല്ല, അള്ളാഹുവിന്റെ പ്രത്യേകതയാണല്ലോ, ഒരു കാര്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അത് കുൻ എന്ന് പറയേണ്ട താമസം അതുണ്ടാകും. ആ പ്രത്യേകതയും ആർക്കുണ്ട്? ഇയാൾക്കുണ്ട്. എന്താ പറയുന്നത്? എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകണമെന്ന് ഷെയ്ഖ് വിചാരിച്ചാൽ അതുണ്ടാകു, കുൻ എന്ന് പറയേണ്ട താമസം അതുണ്ടാവുകയാണ്. എന്തൊക്കെയാണ് ഇതിലുള്ളത്? ഇങ്ങനെ ഒരുപാട് കള്ളക്കഥകൾ കുത്തി നിറച്ച് സഹോദരങ്ങളെ ഇല്ലാത്ത തൗഹീദ് ഉണ്ടാക്കി ജനങ്ങളെ ഇപ്പോഴും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പറ്റിക്കലിന്റെ അതിന്റെ ഏറ്റവും വലിയ ഒരു കാര്യം എന്താണെന്നറിയോ? അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ ചരിത്രമൊക്കെ നമ്മൾ കേൾക്കലുണ്ടല്ലോ. ഓരോ ദിവസത്തും ഇങ്ങനെ കേൾക്കും. ഓരോ സമയം അവിടെ നിന്നുണ്ടായ മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ വെച്ചിങ്ങനെ കേൾക്കും. എന്ന പോലെ ഈ മടവൂർ അയാൾ മരിച്ച സന്ദർഭത്തെ പറ്റി ഇങ്ങനെ പറയാ. എന്നിട്ടോ അയാൾ മരിച്ച ശേഷം പിന്നെ എന്താണ് അത് മുസ്ലിയാർ പറയുന്നു, കേട്ടോളി. മുതൽ കേരളം കൂടുതൽ അവിടത്തെ സ്നേഹിക്കാൻ തുടങ്ങി. അന്നു മുതൽ കേരളത്തിന് കൂടുതൽ പ്രയാസങ്ങൾക്ക് പരിഹാരം ലഭിക്കാൻ തുടങ്ങി. എല്ലാ പ്രയാസങ്ങൾ ചെന്നു പറയാനുള്ള അഭയകേന്ദ്രമായി മടവൂര് മാറി. ആലിമീങ്ങൾക്കിടയിൽ വിവിധങ്ങളായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എല്ലാവരും ഒരുമിച്ച് ആദരിക്കുകയും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു മഹാഗുരുവായി ഇന്ന് നമ്മുടെ മുന്നിൽ ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് നിലനിൽക്കുകയാണ്. ഏതു പ്രയാസം ചെന്നു പറഞ്ഞാലും ആത്മാർത്ഥമായി ഇതുവരെ എന്തു പറഞ്ഞിട്ടും പരിഹാരം കിട്ടാത്ത ഒരു വേദിയും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കേട്ടല്ലോ, അയാൾ മരിച്ചതിന് ശേഷമുള്ള അവസ്ഥ ഈ പറയണത്. എന്ത് പോയി പറഞ്ഞാലും അതൊക്കെ പരിഹരിച്ചു കിട്ടും എന്നാണ്. അയാളുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് വളരെ വിഷമത്തിൽ, വളരെ സങ്കടത്തിൽ സമൂഹത്തെ കേൾപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, എന്ത് പ്രയാസങ്ങളും പറയാൻ ഓരോരുത്തർക്കുമുള്ള കേന്ദ്രമാണ് മടവൂരെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഏറ്റവും മാതൃകാപൂർണമായ ജീവിതം. ആ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ചരിത്രം കാണാൻ കഴിയുമോ? ഒരിക്കലും ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായതിനു ശേഷം സ്വഹാബത്താരെങ്കിലും പറഞ്ഞോ? ആദ്യമായി സംസാരിച്ച അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞോ, പേടിക്കണ്ട, നമ്മൾ ആരും വിഷമത്തിലാകണ്ട, ഇനി എന്തുണ്ടെങ്കിലും നമുക്കിവിടെ വന്ന് പറയാം. ആയിഷ ഉമ്മയുടെ ഹുജറയുടെ ആ മുറിയുടെ അരികിൽ വന്ന് നമുക്കെല്ലാം പറയാനുള്ള കേന്ദ്രമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിടം നമുക്കൊരുക്കാം എന്ന ഒരു പരിഷ്കരണം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്തുണ്ടായോ? ഇല്ല സഹോദരങ്ങളെ, ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അങ്ങനെ ഒന്നില്ല എങ്കിൽ മടവൂരെന്ന് ആ സ്ഥലത്തുള്ള മനുഷ്യന് ആര് കൊടുത്താൽ അതെങ്ങനെ നമ്മൾ സ്വീകരിക്കുക? അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രധാനമായും 4 പ്രശ്നങ്ങളെ തരണം ചെയ്യേണ്ടി വന്നു. 3-4 പ്രശ്നങ്ങളെ തരണം ചെയ്യേണ്ടി വന്നു. മുർത്തദ്ദുകളായ ആളുകളുണ്ടായി, കപടന്മാരുണ്ടായി, ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നമുണ്ടായപ്പോ ഓ പ്രവാചകരെ, ഓ നബിയെ, ഓ ഹബീബരെ എന്ന് വിളിച്ചുകൊണ്ടാണ് പരിഹരിച്ചത്? ഒരിക്കലും അല്ല. അവിടെ ഇസ്ലാം പഠിപ്പിച്ച വിശ്വാസത്തിൽ നിന്ന് ഒരൽപ്പം പോലും പിറകോട്ട് പോകാൻ എല്ലാം റബ്ബിൽ തവക്കുലാക്കി, അല്ലാഹുവിൽ തവക്കുലാക്കി മുന്നോട്ട് പോകാൻ തയ്യാറായി.
അപ്പൊ എന്താ അറിയോ, ഈ മൗലിദിൽ കാണാം ലാ മൗത ലിൽ അഖ്താബി ഇന്നാ മമാതഹും അഖ്വാ ഹയാത്തിൻ തമ്മ ഖുതുബൽ ആലമീൻ. ലാ മൗത ലിൽ അഖ്താബ്, ഖുതുബുകൾക്ക് മരണമില്ല. ഖുതുബ് എന്ന ഈ ഭ്രാന്തൻ പദവിയിലേക്ക് ആനയിക്കപ്പെട്ടവർ, അവർക്ക് മരണമില്ല. ഇന്നാ മമാതഹും അഖ്വാ ഹയാത്ത്, അവരെ മരണം എന്ന് പറഞ്ഞാൽ അത് ശക്തി പ്രാപിച്ച ജീവിതമാണ്, ശക്തി പ്രാപിച്ച ജീവിതമാണ്. മരിച്ചു കഴിഞ്ഞാൽ ഡോസ് കൂടുമെന്നാണ്. ഇവിടെ ഉണ്ടായിരുന്നതിനേക്കാൾ ജീവൻ കിട്ടുന്നതാണ്. കിട്ടിയിട്ട് കാര്യമില്ല, ദുന്യാവുമായി ബന്ധപ്പെടാൻ കാരണമില്ല, അള്ളാഹു സബബാക്കിയിട്ടില്ല. അതുകൊണ്ട് നമുക്കതൊരു പ്രശ്നം തന്നെയല്ല. എത്രത്തോളം ഒരു ഡോക്ടർ വിധിച്ചു, പാമ്പ് കടിയേറ്റ ആൾ മരിച്ചിട്ടുണ്ട്. ഡോക്ടർ വിധി പറഞ്ഞു, ഇനി ജീവല്ല, അയാൾ മരിച്ചു. ആ സമയത്തോ അഹ്യൈത മൈതൻ ബിൽ കറാമത്തി മുഅലിന നർജു ഹയാത്തൽ ഖൽബി ഖുതുബൽ ആലമീൻ. കറാമത്ത് കൊണ്ട് പച്ചക്ക് മരിച്ചു കിടക്കുന്ന ആളെ ജീവിപ്പിച്ചു എന്നാണ്. ഇതൊക്കെ കഥകളാകൊണ്ട് ചിരിച്ചു കേട്ടിരിക്കാം, അത്രേ ഉള്ളൂ. ഇങ്ങനെയുണ്ടോ സഹോദരങ്ങളെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടപ്പെട്ട സ്വഹാബത്തുകൾ ശുഹദാക്കളായില്ലേ? അവരാക്രമിക്കപ്പെട്ടില്ലേ? കൊല്ലപ്പെട്ടില്ലേ? എത്രയോ ഹാഫിളുകൾ ചതിയിലൂടെ കൊല്ലപ്പെട്ടില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നിങ്ങനെ തടവിയിട്ടോ തലോടിയിട്ടോ തിരിച്ചു വരൂ, എണീറ്റ് വരൂ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോ? ഇത് കറാമത്തല്ലേ? അത് മുഅ്ജിസത്താണ്, ഇതിനേക്കാൾ പവർ കൂടിയതാണ്. എന്തേ ഇല്ലാതിരുന്നു? അപ്പൊ അങ്ങനെ ഇസ്ലാമിലില്ല. ഇതൊക്കെ മനുഷ്യനിർമ്മിത ആശയങ്ങളാണ്. ഈ ആശയങ്ങൾ കൊണ്ട് ജീവിക്കുന്ന ആളുകളെ പ്രമാണം കൊണ്ട് നേരിടുക, തുരത്തുക എന്നതാണ് ഏറ്റവും വലിയ നവോത്ഥാനം. ആ നവോത്ഥാന നിർവഹണം ശക്തമായി പോയെങ്കിലേ മദ്രസ പ്രസ്ഥാനവും അതേപോലെ തന്നെ സ്ത്രീ വിദ്യാഭ്യാസവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. ഇനിയോ ഈ മരണശേഷം അങ്ങനെയൊക്കെ ആയിട്ടും എല്ലാറ്റിനുമുള്ള കേന്ദ്രമായിട്ടും ഇയാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉണ്ടായ ഒരു അനുഭവം അതേ മുസ്ലിയാർ പറയുന്നു, കേട്ടോളി. ഒരു ടൈമിലാണ് ഷെയ്ഖുൻ ഓടി വരുന്നത്, വന്നിട്ട് പറയുന്നത് ഈ ചെമ്പ് മറിച്ചിടണമെന്നാണ്. ഞാനോ നിങ്ങളോ ആണ് ആ വീട്ടുകാരനെന്ന് മനസ്സിൽ സങ്കല്പിച്ചു നോക്കൂ. ഏത് വലിയ പറഞ്ഞാലും ഭക്ഷണമല്ലേ, ആ ഭക്ഷണം വെറുതെ ആക്കാൻ മതവിരുദ്ധമല്ലേ? അവിടെ നമ്മൾ എന്തൊക്കെ മസലകൾ തേടുന്നുണ്ടാകും. പക്ഷേ അള്ളാഹുവിന്റെ ഔലിയാക്കൾ യഖീനുള്ള ആ വീട്ടുകാരൻ ഒന്നും മടിച്ചില്ല. ആ ചെമ്പങ്ങ് മറിച്ചിടുകയാണ്. ആ ചെമ്പങ്ങ് മറിച്ചിട്ടതോടുകൂടി കാണുന്നത് അതിന്റെ അടിഭാഗത്ത് അറിയാതെ വീണുകിടക്കുന്ന ഒരു സർപ്പത്തെയാണ്. ആ സമയത്ത് അവിടെ ഓടിയെത്തിയില്ലെങ്കിൽ 100 കണക്കിന് ആളുകൾ വിഷബാധയേറ്റ ആ ഗ്രാമത്തിൽ മരിച്ചു വീഴും. അവരെ രക്ഷപ്പെടുത്താനുള്ള ഓട്ടമാണ് ഓടുന്നത്. കേട്ടല്ലോ, അയാൾ പറയാത്തരെ ആ ചെമ്പ് മറിച്ചിടിയും, ബിരിയാണി ചെമ്പ് മറിച്ചിടിയും. അയാൾ അവിടെ ഇല്ല, അവിടെ ഇല്ലാത്ത ആള് അകലെന്ന് പറയാണ് മറിച്ചിടിയും. മറിച്ചിട്ടപ്പോ അടിയിൽ പാമ്പുണ്ട്. എന്താ ഈ പറഞ്ഞത്? ആ ചെമ്പിനടിയിൽ പാമ്പുള്ളത് അകലെയുള്ള ഇയാൾ അറിഞ്ഞു. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും ഇയാളെ വലുതാക്കാൻ പൂതി ഉണ്ടാകും. കാരണം അള്ളാന്റെ മേലെ ആക്കിയാലോ, അള്ളാഹുവിന്റെയും മേലാക്കി, അർശിന്റെയും കുർശിന്റെയും ഒക്കെ മേലെ ഇയാൾ ഉണ്ട് എന്നാണ്. ഇലാഹാണെന്ന് പറഞ്ഞു, റബ്ബാണെന്ന് പറഞ്ഞു, ഒക്കെ ഒരു മനുഷ്യനെ കുറിച്ച് പറയാ. അപ്പൊ അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുകളിൽ കൊണ്ടുപോകാനും ആഗ്രഹം ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജൂതൻ വിഷം കലർത്തിയ ഭക്ഷണം കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞോ അതിൽ വിഷമുണ്ട് എന്നുള്ളത്? അറിഞ്ഞോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാൻ കഴിഞ്ഞില്ല എങ്കിൽ എന്ത് കറാമത്ത് കൊണ്ടാണ് അയാൾ അറിയുക? എന്ത് കറാമത്ത് കൊണ്ടാണ്? നമ്മുടെ ഉമ്മ ആയിഷ ഉമ്മയെ പറ്റി അബ്ദുല്ലാഹിബ്നു സബഹ് വ്യഭിചാര ആരോപണം നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്പനേരത്തേക്ക് വിഷമത്തിലായി. ആയിഷ ഉമ്മയോട് പറഞ്ഞോ, ആയിഷ, അവന്റെ മനസ്സെനിക്കറിയാം, നിന്റെ മനസ്സും എനിക്കറിയാം, പേടിക്കേണ്ട ഒരു തീരുമാനാകട്ടെ എന്ന് പറഞ്ഞോ. അള്ളാഹു ആയത്തിറക്കി കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമാധാനായി. ആലോചിച്ച് നോക്കണി, എത്രയെത്ര സംഭവങ്ങളാണ്. എന്നിട്ട് ഒരു പാമ്പിന്റെ കഥ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൃഗത്തിന്റെ കഥ, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇവരുടെ സങ്കല്പത്തിലുള്ള ഔലിയാക്കളെ അള്ളാഹുവിനേക്കാൾ വലുതാക്കുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ വലുതാക്കുന്ന അവസ്ഥയാണ് ഇന്നും സമൂഹത്തിൽ. അപ്പൊ നമ്മൾ ബേജാറാകേണ്ട ആവശ്യമില്ല. എന്താ അറിയോ? ഇതിനു വേണ്ടിയാണ് 926 ഈ സംഘടന ഉണ്ടാക്കിയത്. അല്ലാഹ് എന്ന് വിളിക്കാനല്ല, മുഹയ്യിദ്ദീൻ ശൈഖേ എന്ന് വിളിക്കാനാണ്, വേറൊന്നിനുമല്ല. 924 മഹാനായ കെ എം മൗലവി റഹിമഹുല്ലാ അദ്ദേഹം ഒരു പണ്ഡിയ സഭയുണ്ടാക്കി.
കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. എന്തിനാണെന്നറിയോ? ആളുകൾക്ക് മതപരമായും സാമൂഹികമായും ദിശാബോധം കൊടുക്കാൻ, വിശ്വാസപരമായി അവരെ സംസ്കരിച്ചെടുക്കാൻ അമ്പിയാക്കൾ നിർവഹിച്ച വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അള്ളാന്റെ കിതാബ് ഖുർആൻ ഓതിക്കൊടുത്ത് അതിന്റെ വിശദീകരണമായ ഹദീസുകൾ ഒന്നൊഴിയാതെ പഠിപ്പിച്ചു കൊടുത്ത് അവരെ സംസ്കരിക്കാൻ, അവരെ വിശുദ്ധരാക്കാൻ, നന്മയിലേക്ക് വിളിക്കാൻ, കള്ളത്തൊരീക്കത്തുകളുടെ കെട്ടുകുടുക്കിൽ നിന്ന് അവരെ കരകയറ്റാൻ, രക്ഷപ്പെടുത്താൻ, അതിനാണ് ആ പണ്ഡിയ സഭ ഉണ്ടാക്കിയത്. ഇത് സമസ്തക്കാർക്കും അറിയാം, എല്ലാ മുസ്ലിയാക്കന്മാർക്കും അറിയാം. സമസ്ത ചരിത്രം അവർ എഴുതി കൂട്ടിയത് ഈ ചരിത്രം പറഞ്ഞിട്ടാണ്. പക്ഷെ എന്ത് കാട്ടിയറിയോ? ഒരു തട്ടിപ്പ് നടത്തി. ആ തട്ടിപ്പ് എന്താണെന്നറിയോ? അതാണ് സമസ്തന്റെ ആദ്യ രൂപം എന്നാക്കി മാറ്റി. ഇപ്പൊ പുതിയ തട്ടിപ്പാണത്. പഴയ തട്ടിപ്പ് എന്തായിരുന്നു? അത് പുത്തൻ പ്രസ്ഥാനായിരുന്നു. അഥവാ പാരമ്പര്യത്തെ എതിർക്കാൻ വേണ്ടി ഒരു കൂട്ടർ ഐക്യസംഘത്തിന്റെ മറവിൽ തട്ടിക്കൂട്ടിയെടുത്തതാണ് ജംഇയ്യത്തുൽ ഉലമ എന്നായിരുന്നു കുറച്ചു മുമ്പ്. പിന്നെ തോന്നി ഇത് കൈവിട്ടു പോകും. അപ്പൊ ഇപ്പൊ പുതിയ പതിപ്പിലൊക്കെ, പുതിയ പുസ്തകത്തിലൊക്കെ, പുതിയ പ്രഭാഷണങ്ങളിലൊക്കെ ഉള്ളത് എന്തറിയോ? മെല്ലെ കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലുസ് സുന്ന വൽ ജമാഅ എന്നത് സമസ്തയുടെ ആദ്യ രൂപം. എങ്ങനെയുണ്ട്? എന്നിട്ട് 2 കൊല്ലം കഴിഞ്ഞപ്പോ ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ വേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അങ്ങനെ ആക്കിയാണ് മാറ്റിയെന്ന്. എത്ര പെട്ടെന്നാ നോക്കൂ നിങ്ങൾ. ചരിത്ര വക്രീകരണം, ശുദ്ധമായ വക്രീകരണം, ചരിത്ര വ്യഭിചാരം എന്നേ പറയാൻ പറ്റുള്ളൂ, വേറൊന്നുമല്ല. അത്ര ദുഷിച്ച ഏർപ്പാട്. അത് ഈ വിഷയത്തിൽ പച്ച മലയാളത്തിലെ ചരിത്ര ഭാഗങ്ങളെ കോട്ടിമാട്ടുന്നു ഇവർ. അള്ളാന്റെ ആയത്തുകളെ കോട്ടിമാട്ടുന്നു, ഹദീസുകളെ ദുർവ്യാഖ്യാനിക്കുന്നു, ഇല്ലാത്ത കഥകൾ കൊണ്ടുവരുന്നു, സ്വപ്ന കഥകളെ പ്രമാണമാക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നവർക്ക് പച്ച മലയാളത്തിലെ ചരിത്രം മാറ്റിമറിക്കുക എന്നത് അത്ഭുതമുള്ള കാര്യമല്ല, നമ്മൾ ആശ്ചര്യപ്പെടേണ്ട വിഷയമല്ല. അതൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷേ ഈ തട്ടിപ്പിനെ തിരിച്ചറിയണം, ആ തട്ടിപ്പിനെ മനസ്സിലാക്കണം. നവോത്ഥാന പാരമ്പര്യത്തെ സ്വന്തമാക്കാനുള്ള കൊതി കൊണ്ടാണ്, ആഗ്രഹം കൊണ്ടാണ്. അത് വിട്ടുകൊടുക്കാൻ പാടില്ല. മുസ്ലിയാർ പറയട്ടെ, എന്തിനാ സമസ്ത ഉണ്ടായത് കേട്ടോളി. പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം എന്തിനാ ഉണ്ടായത്? ഓസുല്ലാലമനെ വിളിക്കണമെന്ന്, വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന്, വിളിക്കാൻ പറ്റുമെന്ന് ഓസുല്ലാലമനെ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന ആവേശത്തോടെ വിളിക്കുന്ന ഒരു വലിയൊരു സംഘത്തെ പടുത്തുയർത്താനല്ലേ എന്റെ മുഅ്മിനീങ്ങളെ? കേട്ടല്ലോ സഹോദരങ്ങളെ, ആവേശത്തോടെ വിളിക്കുന്ന ഒരു സംഘത്തെ പടുത്തുയർത്താൻ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നെഞ്ചത്ത് കൈവച്ച് ആലോചിച്ചോളി. നമ്മുടെ വിയർപ്പ് കൊടുത്ത്, നമ്മുടെ ശരീരം കൊടുത്ത്, നമ്മുടെ സമയം കൊടുത്ത്, വളരെ ആദരവോടെ ബഹുമാനത്തോടെ നമ്മൾ കാണുന്ന ഉസ്താദുമാർ എവിടുക്കാ വിളിക്കണത് അറിയോ? അജ്മീറിൽ മറവ് ചെയ്യപ്പെട്ട അതടക്കം എല്ലാ ശൈഖുമാരെയും വിളിക്കാനാണ്. ഖുർആനിൽ ഏതെങ്കിലും ഒരു ആയത്തിലുണ്ടോ ഉലുൽ അസ്മിൽപ്പെട്ട ഒരു പ്രവാചകനെ വിളിക്കാൻ? ഏതെങ്കിലും ഒരു ആയത്തിലുണ്ടോ? അള്ളാഹുവിന്റെ മലക്കുകൾ അള്ളാഹുവിന്റെ സമീപസ്ഥരാണ്. ആ മലക്കുകളിൽ ഏതെങ്കിലും ഒരു മലക്കിനെ വിളിക്കാൻ ഖുർആനിൽ ആയത്തുണ്ടോ? ഇല്ല. സ്വാലിഹീങ്ങളെ കുറിച്ച് പറഞ്ഞു, മുഹ്സിനീങ്ങളെ കുറിച്ച് പറഞ്ഞു, മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞു, മുഖ്ലിസീങ്ങളെ കുറിച്ച് പറഞ്ഞു, ശുഹദാക്കളെ കുറിച്ച് പറഞ്ഞു. എവിടെയെങ്കിലും ഖുർആൻ പറഞ്ഞോ ഇവരൊക്കെ വിളിച്ചോളെന്നുള്ളത്? ഇവരെ വിളിച്ചോളെന്നുള്ളത് ഇല്ല. മറിച്ചവിടെ ഖുതുബിയ്യത്തിന്റെ വരിയിലുണ്ട്, വമയ്യുനാദിസ്മി അൽഫം ബിഖൽവതിഹി, എന്റെ പേര് ഒരു ഭാഗത്തൊഴിഞ്ഞിരുന്ന് 1000 തവണ വിളിച്ചാൽ അജബതുഹു മുസ്രിആ, ഞാൻ അവൻ എളുപ്പത്തിൽ ഉത്തരം കൊടുക്കും. ഇത് മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞാൽ കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. മുഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ പിൽക്കാലത്ത് എഴുതി കൂട്ടിയതാണ്. കായൽ പട്ടണത്തുകാരനും ഒരു തമിഴൻ എഴുതി കൂട്ടിയതാണ്. മുഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിലെ മാല കോഴിക്കോട് ഖാദി എഴുതിയതാണ്, ഖാദി മുഹമ്മദ് എഴുതിയതാണ്. അതൊന്നും ഇസ്ലാമുമായിട്ട് ബന്ധമല്ല. വല്ലേ നീലത്തീന്നും എന്നെ വിളിഫോർക്ക് ബൈകൂടാരു തീരം ചെയ്യും ഞാനെന്നോവർ മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആത്മാർത്ഥമായി വിളിക്കാൻ വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിരിക്കെ ഒരു മാലയും വേണ്ട, ഒരു മൗലിദും വേണ്ട. വളരെ ഗൗരവത്തിൽ ആലോചിച്ചോളി. ഈ മാലകളിലെ കാര്യങ്ങളെ എന്തിനോടാ ഉസ്താദുമാര് സാദൃശ്യപ്പെടുത്തിയതരോ? പേടിയോടെ വായിക്കേണ്ട സാധനം അതൊക്കെ. ഇത് സൂഫിസം എന്ന ഒരു ഫൈസി പരിഭാഷപ്പെടുത്തിയ പുസ്തകമാണ്, ബഷീർ ഫൈസി വണ്ണക്കോട്. ഇതിൽ അദ്ദേഹം പറയാണ്, റിഫായി റാത്തീബ്, മൊഹീദ്ദീൻ റാത്തീബ്, റിഫായി മാല, മൊഹീദ്ദീൻ മാല എന്നിവയിലുള്ള ഏതൊരു പ്രസ്താവനയും ഇങ്ങനെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ശരിയാണ്, അതിലുള്ള എല്ലാം ശരിയാണ്. ബുദ്ധിസ്ഥിരതയില്ലാത്ത പ്രസ്താവനയോ അല്ലെങ്കിൽ വളരെ സാഹസപ്പെട്ട് വ്യാഖ്യാനിക്കേണ്ടതോ അല്ല അവ.
ആകയാൽ അത്തരം ശരി പ്രസ്താവനകളുടെ സമാഹാരം വായിക്കുന്നതും പാടുന്നതും ഖുർആനിലൂടെ മറിയം ബീവി റളിയല്ലാഹു അൻഹയെ വായിക്കുന്നത് പോലെ പുണ്യകർമ്മമാണ്. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്താ ഈ വരികൾ പറയുന്നത്? മാലക്കാരന്റെ കറുത്ത വരികൾ ന്യൂനതയില്ലാത്ത വരികളാണ്, തെറ്റില്ലാത്ത വരികളാണ്. അതല്ല ഈ പറയുന്നത്. സഹോദരങ്ങളെ, ന്യൂനതയില്ലാത്ത, തെറ്റില്ലാത്ത, കുറവില്ലാത്ത സമ്പൂർണമായ ഒന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിന്റെ വഹിയാണ്, അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ കലാമാണ്. അതിന്റെ വിശദീകരണവും വിവരണവുമായ അൽ ഹിക്മ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഹദീസുകളാണ്, നബിചര്യയാണ്. അതല്ലാത്ത എല്ലാം പരിശോധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. ഇത്രത്തോളം ഇവർ വളർന്നു അള്ളാഹുവിനെ വെല്ലുവിളിക്കാൻ മാത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇകഴ്ത്താൻ മാത്രം പുസ്തകം എഴുതി പ്രസംഗിച്ച് നടക്കുന്നവർ മാലപ്പാട്ടിലെ വരികൾ സൂറത്തു മറിയം ഓതും പോലെ, സൂറത്തു ആൽ ഇംറാൻ ഓതും പോലെ പുണ്യകരമാണെന്ന് പഠിപ്പിക്കപ്പെടുമ്പോൾ സഹോദരങ്ങളെ, വിശ്രമിക്കാൻ നേരായിട്ടില്ല, ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കാൻ നേരമായിട്ടില്ല. നന്നായി ശബ്ദിക്കണം, നന്നായി വിയർപ്പൊഴുക്കണം, സാധാരണക്കാരെ കൈപിടിച്ചുയർത്തണം, അവരെ ചേർത്ത് പിടിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. ആ ബാധ്യത നിർത്താനായിട്ടില്ല. അത്രത്തോളം അശ്ലീലതകൾ, വൃത്തികേടുകൾ ഇസ്ലാമിന്റെ മറവിൽ ഇവർ സമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. ചെറുതായിട്ട് നമ്മൾ കാണരുത്. ഈ റാത്തീബ് എന്ന് കേൾക്കുമ്പോ പള്ളിയിലേക്ക് ഓടിക്കൂടുന്നവരുണ്ടോ? പേടിച്ചോടി. റാത്തീബ് ഒന്നല്ല, ഷാദുലി മാത്രല്ല, റിഫായിയുണ്ട്, ജീലാനിയുണ്ട്, പല റാത്തീബുണ്ട്. എന്താണ് റാത്തീബിന്റെ സരസുകൾ? ഇത് KVM പന്താവ് ഒരു പരിഭാഷപ്പെടുത്തിയ പുസ്തക. എന്താ അതിൽ പറയണറിയോ? റാത്തീബിന്റെ സരസുകളിൽ നോക്കൂ, പ്രപഞ്ചമാകെ അവന്റെ ചൈതന്യ പ്രകടനം മാത്രം ഈ അവസ്ഥ പ്രാപിച്ച സമ്പൂർണ്ണ മനുഷ്യരാണ് ഔലിയാക്കൾ. ഈ അർത്ഥത്തിലാണ് നമ്മുടെ റാത്തീബുകളിൽ നാം ചൊല്ലാറ് ലാ മൗജൂദ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഹാഹി ഹു ഹാഹിയ ഹുവഹും അല്ലാഹ്. എല്ലാം അള്ളയാണ്. പള്ളിയിൽ വെച്ച് പറയുന്നു ഞാനും അള്ളയാണ്, ഉസ്താദും അള്ളയാണ്, ഹൗദും അള്ളയാണ്, അതേപോലെ മൂത്രപ്പുരയും അള്ളയാണ്, പള്ളിയും അള്ളയാണ്, കല്ലും മണ്ണും മരവും എല്ലാം അള്ളയാണ്. ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ലാതെ ഒന്നുമില്ല. ഇതാ റാത്തീബിന്റെ സരസുകൾ. ആ റാത്തീബിന്റെ സരസുകൾ പോരിശയാക്കപ്പെട്ടത് എന്ന് വിചാരിച്ച് ഓടുമ്പോൾ പേടിച്ചോളിയും കൂട്ടരെ, നന്നായി പേടിച്ചോളിയും. ഇത് പക തീർക്കാനോ ദേഷ്യം തീർക്കാനോ ഒന്നുമല്ല, വെറുപ്പുണ്ടാക്കാനല്ല, മറിച്ച് നമ്മുടെ മനസ്സിന്റെ ഈമാനെ കാർന്നെടുക്കുന്ന, തച്ചു തകർക്കുന്ന, അതിനെ ഇല്ലാതെയാക്കുന്ന ഇത്തരം വിഷങ്ങൾ, ഇത്തരം മാരക രോഗങ്ങൾ അതിനെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. നമുക്ക് ആത്മാർത്ഥത അല്ലാഹ് വിളിച്ചൂടെ, റബ്ബേന്ന് വിളിച്ചൂടെ? അള്ളാഹുവിന്റെ നാമങ്ങൾ എത്രയാണ് നമുക്കറിയാം. അസ്മാഹുൽ ബദർ, അവരെ നാമങ്ങൾ പഠിച്ച ഒന്നും കിട്ടാല്ല. പക്ഷേ ആ നാമങ്ങൾ മനഃപ്പാടമാക്കി അതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് കാവൽ തേടുന്ന അവസ്ഥ സമൂഹത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ആലോചിക്കൂ, നമ്മുടെ റബ്ബിന്റെ ഒരു 10 നാമം തെറ്റാതെ പറയാൻ, അർത്ഥസഹിതം പറയാൻ, അതിന്റെ ആശയം ഉൾക്കൊണ്ട് പറയാൻ നമുക്ക് സാധിക്കുമോ? അവിടെയാണ് മാറ്റമുണ്ടാകേണ്ടത്, അവിടെയാണ് നാം മെച്ചപ്പെടേണ്ടത്, അവിടെയാണ് നമ്മൾ ഉയരേണ്ടത്. ഏറ്റവും പുതിയ ഷാദുലി റാത്തീബാട്ടോ, ഏറ്റവും പുതിയ 2026 ഷാദുലി റാത്തീബിന്റെ കോലൊന്ന് കണ്ടോളി. കേട്ടല്ലോ.
കേട്ടല്ലോ, ഇതൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടാണ് ഈ കളിക്കുന്നത്. നിങ്ങൾ ആലോചിക്കുകയാണ്, ഒറ്റ ആലോചന മതി. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ചാടിക്കളിച്ചോ? നിങ്ങൾ പറയും, ഇങ്ങനെ ചാടിക്കളിച്ചോ? പിന്നെ എവിടുന്നാ ഈ സംസ്കാരം? അതാ ത്വരീഖത്ത് സംസ്കാരം എന്ന് പറഞ്ഞാൽ, ഇതാണ് ഷിയ സൂഫി സംസ്കാരം എന്ന് പറഞ്ഞാൽ, ഇതാണ് നമ്മുടെ പള്ളികളിൽ. ഇവരിങ്ങനെ ചാടുമ്പോ വിചാരിക്കും ഇതൊക്കെ ദീനിന്റെ നടുക്കഷ്ണങ്ങളാണ്. ഇതൊക്കെ ത്വരീഖത്തിന് അടിമപ്പെട്ടവരാണ്, അതിനെ വെള്ളപൂശാനും വെളുപ്പിക്കാനും നടക്കുന്നവരാണ്. അപ്പൊ അവർ ചെയ്ത് കാണിച്ചു കൊടുക്കണം. അങ്ങനെയാണല്ലോ ഒരു കമ്പനിയുടെ ഉൽപ്പന്നം അത് ഒരാൾ എടുക്കണമെങ്കിൽ അത് വിൽക്കാൻ വരുന്ന ആള് പരമാവധി അതിനെപ്പറ്റി എന്ത് ചെയ്യേണ്ടി വരും? താളത്തിലും മേളത്തിലൊക്കെ അഭിനയിച്ചും പറഞ്ഞൊക്കെ ബോധ്യപ്പെടുത്തേണ്ടി വരും. അപ്പോഴേ ആ കമ്പനി ഉൽപ്പന്നം മനസ്സിൽ കയറുള്ളൂ. അത്രേ ഉള്ളത്. ഇത് ഇവരെ കമ്പനിയിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവർ തന്നെ കാണിച്ചു കൊടുക്കേണ്ടി വരും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നേരെ പടവെട്ടിയാണ് മുജാഹിദ് പ്രസ്ഥാനം ഒരു 100 നൂറ്റാണ്ട് കാലം പോയത്. എന്നിട്ടും ഈ കാലത്തും മുസ്ലിയാക്കന്മാർ പറയണം എന്തറിയോ, ഒരു മാറ്റവും ഇല്ല, പണ്ടത്തെ പോലെ തന്നെ കാര്യങ്ങൾ. അതൊക്കെ സ്വഹാബത്തിന്റെ മേൽ വെച്ച് കെട്ടുകയാണ്, സ്വഹാബത്തിന്റെ മേൽ വെച്ച് കെട്ടുകയാണ്. ഒരു മുസ്ലിയാർ പറയുന്നു മാറ്റമില്ലാത്ത കാര്യത്തെ പറ്റി കേട്ടോളി. അവർ കൊണ്ടുവന്ന ദീനിൽ ഒരു കലർപ്പുമില്ല. നമ്മൾ അനുവർത്തിച്ചു വരുന്നത് അവർ കൊണ്ടുവന്ന ദീനാണ്. ഈ കാലത്തും മൗലിദ്, റാത്തീബ്, അതുപോലെ മരിച്ചാലുള്ള അടിയന്തരങ്ങൾ, തറാവീഹ് നിസ്കാരം, ജുമാ ജമാഅത്ത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അവരെന്താണോ നമ്മളെ പഠിപ്പിച്ചത്, ആ പഠിപ്പിച്ചത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസവും പ്രവർത്തനവും. അതാണ് കേട്ടല്ലോ, അവരെന്ന് പറഞ്ഞ സ്വഹാബത്താണ്. ഇതൊക്കെ സ്വഹാബത്ത് പഠിപ്പിച്ചാണ്. കൂട്ടരെ സ്വഹാബത്ത് പഠിപ്പിച്ചതാണെങ്കിൽ ഒന്ന് മാത്രം ആലോചിക്കും. ഇപ്പൊ കഴിഞ്ഞ റബീഉൽ അവ്വൽ 1500-ാമത്തെ റബീഉൽ അവ്വൽ എന്നല്ലേ പറഞ്ഞത്? 1500-ാമത്തെ. എന്തേ അങ്ങനെ പറയാൻ കാരണം? അത് സ്വഹാബത്ത് ചെയ്ത് കാണിച്ചു എന്ന് തെളിയിക്കാനാണ് 1500-ാമത്തേന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ അക്കട്ട് പൊളിച്ചു കൊടുത്തു. ഇത് 1500-ാമത്തെ അല്ല, ഇത് ഷിയാക്കളെ സാധനാണ്. വേറെ ഏതെങ്കിലും ഒന്നിന്, ഏതെങ്കിലും ഒരു ആണ്ടിനോ ഉറൂസിനോ റാത്തീബിനോ 1500-ന്റെ കണക്കുണ്ടോ? എന്താ കണക്കില്ലാത്തത്? പിന്നെ എങ്ങനെ സ്വഹാബത്ത് പഠിപ്പിച്ചതാകുക? എങ്ങനെ ആകുക? അത് മാത്രം ആലോചിച്ചാ പോരെ. ഒരാഘോഷത്തിന് മാത്രം 1500-ഉം മറ്റാഘോഷങ്ങൾക്ക് അതില്ലാന്നും പറയുമ്പോ ഇത് പൊട്ടത്തരല്ലേ? ഇത് വൈരുദ്ധ്യല്ലേ? നിർമ്മിതമല്ലേ? അതുകൊണ്ടാ പറയുന്നത് ഇത് സ്വഹാബത്തിന്റെ പേരിൽ വെച്ചുകെട്ടി ആ കളവിന്റെ ഭാരം കൂടി വഹിക്കണ്ട. ഇത് സ്വഹാബത്തിന് പരിചയമില്ല കൂട്ടരെ, ഉത്തമ തലമുറക്ക് പരിചയമില്ല. ഇനി മാറ്റല്ല. എത്ര മാറ്റണ്ട് ഈ സരസിലിരിക്കുന്ന രക്ഷിതാക്കൾക്ക് പറയാൻ പറ്റൂലേ മാറ്റത്തിന്റെ കഥകൾ? ഇത് കേൾക്കുന്ന പലർക്കും മനസ്സിൽ മാറ്റമുണ്ടാകുന്നില്ലേ? ഏതെങ്കിലും ഒരു ആത്മാർത്ഥ മുജാഹിദ്, തട്ടിപ്പ് മുജാഹിദ് അല്ലട്ടോ, നിർമ്മിത മുജാഹിദല്ല, ഒരു ആത്മാർത്ഥ മുജാഹിദ് സമസ്തയ്ക്ക് പോയ ചരിത്രമുണ്ടോ? അങ്ങനെ ഉണ്ടാവൂല. ആരെങ്കിലുമൊക്കെ വഴിന്നിറങ്ങിപ്പോയതുണ്ടാകും. അത് പണ്ടേ മുനാഫികളുടെ സ്വഭാവമാണ്. അങ്ങനല്ലല്ലോ, മറിച്ച് അവിടുന്ന് ഇങ്ങിട്ടാണ്. എന്തേ ആ മാറ്റം? ആ മാറ്റം എന്തേ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ ഒരു 100 നൂറ്റാണ്ട് കാലത്തെ വളർച്ച, ഇതൊക്കെ സഹോദരങ്ങളെ അവിടുന്ന് ഇങ്ങിട്ടാണ്. എത്ര മഹല്ലുകൾ മാറി വന്നു, അതെങ്ങനെ മാറി? ഇന്നും പല ഉസ്താദുമാർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്തേ അതിന് കാരണം? അവർക്ക് വെളിച്ചം കിട്ടാനുള്ള തൗഫീഖത്തുണ്ട്. അതുകൊണ്ടാണ്. അപ്പോ അങ്ങനെ മാറ്റല്ല എന്ന് പറയണ്ട. പിന്നെന്താ അറിയോ, എല്ലാ അനാചാരങ്ങൾക്കും ആളുകൾ ഉണ്ടാകും. അതങ്ങനെ തന്നെയാണ്. നിഷിദ്ധങ്ങൾക്ക് ആളുകളുണ്ടല്ലോ. കള്ളിന് ആളുകളില്ലേ? കള്ള് ഷാപ്പിന്റെ മുമ്പിലെ വരി നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും കള്ള് ഹലാൽ എന്ന് പറയുന്നുണ്ടോ? ആള് ബലം നോക്കിയല്ല പരിപാടി. ഖുർആൻ തന്നെ പറഞ്ഞു അധികം ആളുകളും സത്യത്തെ വെറുക്കുന്നവരാണ്. ഇത് ഖുർആൻ പഠിപ്പിച്ച കാര്യമാണ്. അപ്പോ ആ നിലക്കുള്ളൊരു പേടി വേണ്ട. ഇനി ഒരു 100 നൂറ്റാണ്ടായപ്പോ സമസ്തക്ക് വിശ്വാസ മേഖലയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ? അതുകൂടി നമ്മൾ കേൾക്കണല്ലോ. പേരോട് മുസ്ലിയാർ 4 കാര്യങ്ങൾ പറയുന്നു, ഒന്ന് കേൾക്കുക. ആ 4 കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ 4ലും ഇപ്പോൾ പേരോട് മുസ്ലിയാർ പറയുന്ന പോലെയല്ല സമസ്ത ഉണ്ടായിരുന്നത്. ഇപ്പൊ പേരോട് മുസ്ലിയാർ പറയുന്ന പ്രകാരം സമസ്തയിലെ പലർക്കും മാറ്റം വരികയാണ്. അതുകൊണ്ട് ആ ഭാഗം ഒന്ന് കേൾക്കി. ഞങ്ങൾ പ്രാർത്ഥിക്കലില്ല, ഞങ്ങൾ മഹാന്മാരോട് അപേക്ഷിക്കലാണ്, ഞങ്ങൾ സഹായം തേടലാണ്. അതിന് നിങ്ങൾ പറയുന്ന പേരാ പ്രാർത്ഥിക്കാൻ. എന്റെ ഈ ആവശ്യത്തിൽ ഞാൻ അങ്ങയെ മുൻനിർത്തി അള്ളാഹുവിനോട് പറഞ്ഞിട്ടുണ്ടേ നബിയെ, അവിടുന്ന് ഈ വിഷയം നിറവേറ്റി തരാൻ അവിടുന്ന് ഇടപെടണമെന്നാ പറയുന്നത്. അങ്ങനെ അതാണ് ഇസ്തിഗാസ, ഇടപെടാൻ ആവശ്യപ്പെടുക. തങ്ങൾ നിർവഹിച്ചു തരാൻ എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയോ? ഇല്ല, നിർവഹിക്കേണ്ടവൻ അല്ലയാണ്. അപ്പൊ തങ്ങൾ നിർവഹിക്കണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു, സാധേ ഞങ്ങൾക്ക് ഒരു പള്ളി ഉണ്ടാക്കി തരണം, എന്നെ കൊണ്ട് പള്ളി ഉണ്ടാക്കി കൊടുക്കാനാവില്ല. പിന്നെ അയാൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പള്ളി ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണം എന്നാണ്. അതിനാണ് നിങ്ങൾ പള്ളി ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. ഇവിടെ സാധാരണ പറയുന്നതാണത്. അതുപോലെയാണ്
ഈ പറയുന്ന ഭാഷ ലിതഖ്ദിയലി, തങ്ങൾ വീട്ടി തരാൻ, വീട്ടി കൊടുക്കുന്നവൻ അള്ളാഹുവാണ്, അത് വീട്ടി തരാൻ തങ്ങൾ ഇടപെടണം എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാം ഇവിടെ സൃഷ്ടിക്കുന്നവൻ. അത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയമാണ്. മുഅ്തസിലത്തിന്റെ ആശയം, ഖദരിയ്യത്തിന്റെ ആശയം അങ്ങനെയല്ല. പിന്നെ പടച്ചവൻ കുറച്ച് കഴിവ് കൊടുത്തു വെച്ചിട്ടുണ്ട്, ആ കൊടുത്ത കഴിവ് കൊണ്ട് പ്രവർത്തിക്കുകയാണ് സൃഷ്ടികൾ എന്നാണ് ബിദ്അത്തുകാരുടെ ആശയം. എന്നാൽ ആ ബിദ്അത്തുകാരുടെ ആശയം കോപ്പിയടിച്ച കള്ളത്തരീഖത്തുകാർ അവർ ഇപ്പോഴും പലപ്പോഴും ചോദിക്കും, അള്ളാഹ് കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കൂലേ? എന്ത് കൊടുത്ത കഴിവ്? അങ്ങനെ ഒരു കഴിവില്ല. അള്ളാഹു കൊടുക്കുന്ന കഴിവ് എന്ന് പറഞ്ഞ് പഠിക്കണം. അള്ളാഹു കൊടുക്കുന്ന കഴിവ്. ഔലിയാക്കളെ കറാമത്ത് പറയുമ്പോൾ കുളൂസ് പറയരുത്, തെളിവുള്ളതേ പറയാവൂ, അല്ലാതെ എന്തെങ്കിലും വിളിച്ചു പറയരുത്. സുബ്ഹാനല്ലാഹ്, ഞാൻ ഈ അടുത്തൊരു പ്രസംഗം കേട്ടു. അതിലൊരു ചങ്ങാതി പറയുന്നത് എന്താണ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ബേക്കിൽ നടന്നു എന്നാണ്. CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹു, CM വലിയുള്ള അത് പൊരുത്തപ്പെടുമോ? ഏറ്റവും വലിയ അദബുകേടാണ് മഹാന്മാരെ നിന്ദിക്കാൻ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കുന്ന പ്രസംഗങ്ങൾ. അതല്ലേ സൂഫിയാക്കൾ പ്രത്യേകം രേഖപ്പെടുത്തിയില്ലേ? ശൈഖന്മാരെ സംബന്ധിച്ച് പുകഴ്ത്തി പറയുന്ന മുരീദന്മാർ, അവരൊരു ശൈഖിനെ പുകഴ്ത്തി പറയുമ്പോ ആ ശൈഖിന്റെ എതിരാളികളെ മുന്നിൽ ശൈഖിനെ പുകഴ്ത്തിയാൽ ആ എതിരാളി ശൈഖിനെ ചീത്ത പറയുകയോ നിന്ദിക്കുകയോ ചെയ്യുമെന്ന് കണ്ടാൽ ശൈഖിന്റെ മതം ഉള്ളതാണെങ്കിലും പറയാൻ പാടില്ല. കാരണം അത് ശൈഖിനെ ഇകഴ്ത്തി പറയാൻ അവസരമുണ്ടാക്കും. ശരി, 4 കാര്യങ്ങളിലാണ് മാറ്റം. എന്താ ഒന്ന് അറിയോ? പ്രാർത്ഥിക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ആര്? സമസ്ത പറഞ്ഞിട്ടില്ല. അപ്പൊ സമസ്തയുടെ 8ാം പ്രമേയം എന്താ ചെയ്യാ? സമസ്തയുടെ 8ാം പ്രമേയ പ്രകാരം 933 8ാം പ്രമേയത്തിൽ എന്താ അറിയോ? നേരിട്ട് വിളിക്കൽ. അമ്പിയാക്കൾ, ഔലിയാക്കൾ, മരിച്ചവരെ നേരിട്ട് വിളിക്കൽ, അതല്ലേ പ്രാർത്ഥന. 933 ഇപ്പൊ മാറി വന്നു. എന്ത്? പ്രാർത്ഥിക്കാൻ പറയാൻ പറ്റൂല. ഇനിയോ ഇത് ഫതാവ മൊഹീസുന്ന പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. ഞാൻ ഈ മാറ്റം സാധാരണക്കാർ ചിന്തിക്കാനാ പറയണത്. എന്താ അറിയോ? ഇതിൽ ചോദിക്കണ്, മൊഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? പേരോട് മുസ്ലിയാർ പറഞ്ഞ എന്താണ്? വിളിച്ച് പ്രാർത്ഥിക്കാൻ അത് അനുവദനീയാണോ? ഉത്തരം അനുവദനീയമാണ്. അങ്ങനെ ജായിസാണ്. ഇസ്ലാമിന്റെ 5 വിധികളിൽ ഒരു വിധിയാണ് ജായിസ് എന്ന വിധി. ആ വിധി കൊടുത്ത പുസ്തകം ഇന്നുണ്ട്, മാറ്റിയിട്ടില്ല. ഇനി കൊടുത്ത കഴിവ്, കൊടുക്കുന്ന കഴിവ് എന്ന് പറയണം. കൊടുത്ത കഴിവ് എന്ന് പറയാൻ പറ്റൂല. അങ്ങനെ പറഞ്ഞാൽ കൂട്ടരെ സമസ്ത പൊളിയും. കാരണം ഈ സമസ്ത നിലനിൽക്കുന്നതിന് എന്താ അറിയോ? കൊടുത്ത കഴിവുമേണ്. ഷിയാക്കൾ ഉണ്ടാക്കിയ കൊടുത്ത കഴിവുമേണ്. ഈ പുസ്തകത്തിൽ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്താ പറയണ അറിയോ? ഇതാ ഓരോന്ന് പറഞ്ഞിട്ട് പറയാണ്, വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വിളികൾ അവർക്ക് കേൾക്കാനും ഗ്രഹിക്കാനും പരിഹരിക്കാനും കഴിയുമെന്നും ഈ കഴിവ് അള്ളാഹു അവർക്ക് ഔദാര്യമായി കൊടുത്തതാണെന്നും സ്പഷ്ടമായി. കൊടുക്കുന്നതല്ല, കൊടുത്തതാണെന്നും ഔദാര്യമായി കൊടുത്തു എന്നാ പറയണത്. അപ്പൊ എന്താ മാറ്റാലോചിച്ചോക്കാണി? ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇടപെടലാണ്. ആയത്തുകളോതി, ഹദീസുകളോതി, ചരിത്രം പറഞ്ഞ് മുജാഹിദ് പ്രസ്ഥാനം ശരിക്ക് സമൂഹത്തെ തള്ളിയപ്പോ ഉസ്താദുമാർക്ക് തന്നെ തോന്നി കുറച്ചൊക്കെ നമുക്ക് മറ നീക്കാം. ഇസ്തിഗാസയെ കൊണ്ടുപോയി ഇടതേട്ടാക്കി. അങ്ങനെ ആക്കാൻ പറ്റൂല. കാരണം ഇവരെഴുതിയ പുസ്തകത്തിലൊക്കെ ഇസ്തിഗാസ വേറെയാണ്, തവസ്സുൽ വേറെയാണ്. അപ്പൊ എങ്ങനെ ഒന്നാക്കുക? ഇത് രണ്ടും വേറെയാണ് പഠിപ്പിക്കപ്പെട്ടതേ. എങ്ങനെ ഒന്നാക്കുക? നിങ്ങളങ്ങനെ ഒന്നായി വരണം, അങ്ങനെ മാറണം. അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആവശ്യവും സന്തോഷവും. അതാണ് 2023 ഒരു പ്രത്യേകമായ കുറിപ്പിറക്കി. എന്തിനറിയോ? ഔലിയാക്കളെ പറ്റി അങ്ങനെ പറയാൻ പാടില്ല, ഇങ്ങനെ പറയാൻ പാടില്ല, പരിധി വെക്കണം. ഔലിയാക്കൾക്ക് പരിധി വെക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പരിധി വെക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ പരിധി വെക്കണം. നേരത്തെ ഫസ്റ്റ് നമ്മൾ കേട്ടത് എന്താ? യാതൊരു പരിധിയുമില്ലാതെ റഹ്മാനിയത്ത് കിട്ടിയവരാണ്. ഇതാ സഹോദരങ്ങളെ, ഈ ഇടപെടലിന്റെ മാറ്റമാണിത്. അതുകൊണ്ട് വിശ്വാസരംഗത്ത് ഇനിയും നമുക്ക് ഇൻഷാ അല്ലാഹ് മാറ്റം പ്രതീക്ഷിക്കാം. സാധാരണക്കാരെ നമ്മൾ ചേർത്ത് പിടിക്കണം, അവർക്ക് സന്ദേശങ്ങൾ കൊടുക്കണം. അതേപോലെ തന്നെ ഭൗതിക മാറ്റം നോക്കൂ നിങ്ങൾ. ഒരാൾക്ക് മാറാൻ കഴിയണമെങ്കിൽ അള്ളാന്റെ ഖുർആൻ പഠിക്കണ്ടേ? ഖുർആൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതിന്റെ പേരിൽ ഒരു മുസ്ലിയാര്, കൂറ്റനാട് മുസ്ലിയാര് കാഫിറും മുർത്തദ്ദുമാണ് എന്ന് പറഞ്ഞ സമസ്തയുടെ ജനറൽ സെക്രട്ടറി കഴിഞ്ഞു പോയിട്ടുണ്ട്.
അങ്ങനെ ഇറക്കാൻ പാടില്ല, അത് ഹറാമാണ് എന്ന് പറഞ്ഞ് തഹ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തി ഖുർആൻ എന്ന പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ഇതൊന്നും തിരുത്തപ്പെട്ടിട്ടില്ല, ന്യായീകരിക്കുക മാത്രവുമല്ല ഖുർആൻ പരിഭാഷ ഇറക്കിയതാണ് ഫിത്ന എന്ന് ഇപ്പൊ നിലവിലെ പ്രസിഡന്റ് പറയുന്നു. അത് കേട്ടോളി. മാത്രം വായിച്ചാലൊന്നും അറിവുണ്ടാവില്ല. ഈ ഖുർആൻ പരിഭാഷയാണ് നമ്മളൊക്കെ പ്രേരിപ്പിച്ചത്. അത് ഇവിടെ തുടങ്ങി വെച്ചത് ആരാ? വിദ്യാർത്ഥിന്റെ അതിലാരാ? അങ്ങനെ കൊടുക്കാത്ത എന്താ? ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ സുന്നി ശ്രദ്ധിക്കുക. ഇത് ഖുർആൻ പരിഭാഷയാണ് നമ്മളൊക്കെ പഴപ്പിച്ചതെന്ന് പറഞ്ഞപ്പോ ഖുർആൻ പരിഭാഷയാണ് നമ്മളൊക്കെ പഴപ്പിച്ചതെന്ന് പറഞ്ഞപ്പോ അസ്ഹരിക്ക് ഇത് കത്തി, ഈ റൂട്ട് ശരിയല്ല. അപ്പൊ മൂപ്പര് കയറി ഇടപെട്ടതാ. പിന്നെ അത് കാണാല്ല. അപ്പൊ ആ സമയത്ത് കിട്ടിയപ്പോൾ മുറിച്ചാണ്. മനസ്സിലായില്ലേ? ഇതാണ് വസ്തുത. പക്ഷെ ഇന്ന് സമസ്തക്ക് എത്ര പരിഭാഷ എന്നില്ലാത്തത് ഏതെങ്കിലും ഉണ്ടോ? വളരെ അപൂർവം ഉണ്ടാവുള്ളൂ. അന്ന് പരിഭാഷ ഇറക്കിയപ്പോ കാഫിറും മുർത്തദ്വാനും മുദ്ര കുത്തപ്പെട്ടു. അതിൽ നിന്ന് മാറ്റം ഉണ്ടായില്ലേ? ഈ മാറ്റം എങ്ങനെ ഉണ്ടായത്? ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിജയമാണ്. മനസ്സിലായുണ്ടോ? ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിജയമാണ്. അതുകൊണ്ട് നവോത്ഥാനത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടുമ്പോ മുജാഹിദ് പ്രസ്ഥാനത്തെ മറന്നു പോകരുത്, ഒരു മേഖലയിലും മറന്നു പോകരുത്. അങ്ങനെ മറന്നുപോയാൽ ബാപ്പയെ മറന്ന മക്കൾക്ക് തുല്യാകും. അത്രേ പറയാനുള്ളൂ. അങ്ങനെ ആകാൻ പാടില്ല. ഇന്ന് അങ്ങനെയാണ്. എല്ലാവരും ഞങ്ങളാണ് അതുണ്ടാക്കിയത്, ഞങ്ങളാ ഇതുണ്ടാക്കിയത്. എത്രത്തോളം മദ്രസ സംവിധാനം, ഖുർആൻ പഠിക്കലും ഹദീസ് പഠിക്കലും അതൊക്കെ മദ്രസന്നാണല്ലോ. അപ്പോ മഹാനായ കെ മൗലവി റഹിമഉല്ല, ഈ മൊയ്ദ് മൗലവി റഹിമഉല്ല, പി കെ മൂസ മൗലവി റഹിമഉല്ല, അങ്ങനെയുള്ള പണ്ഡിതന്മാരെന്ത് ചെയ്തു? ഓരോ ഭാഗങ്ങളിൽ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി അവർക്ക് കാണിച്ചു കൊടുത്ത രീതിയിലുള്ള മദ്രസ സംവിധാനം കൊണ്ടുവരാൻ നോക്കി. അതങ്ങനെ കൊണ്ടുവന്നപ്പോ അതിനെതിരെ പാട്ടുപാടാനും അത് കുറ്റപ്പെടുത്താനും ഒക്കെ അന്ന് ആരാ വന്നത്? മുസ്ലിയാക്കന്മാരാണ്. അന്ന് പാടിയ പാട്ട് എങ്ങനെയായിരുന്നു? ആ പാട്ട് കേൾക്കണം. ഇന്ന് വലിയ മദ്രസകളുടെ എണ്ണം പറഞ്ഞ് പെരുമ്പറയടിക്കുന്നു, പോരിശ പറഞ്ഞ് മേന്മ പറയുന്നു. നല്ല ഊറ്റം കൊള്ളാണ്. കൊണ്ടോട്ടെ, പ്രശ്നമില്ല, സന്തോഷമുള്ളൂ. അങ്ങനെ തന്നെ വേണ്ടത്. ഇനി അതിന്റെ ഉള്ളിൽ പഠിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ കൂടി മാറ്റണം. ശരിയായ തൗഹീദും സുന്നത്തൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. അതാ വേണ്ടത്. ഖുറാഫത്ത് പഠിപ്പിച്ചു കൊടുക്കരുത്. മദ്രസന്റെ എണ്ണം കൂടും. കാരണം വലിയ വലിയ മഹല്ലുകൾ ഉണ്ടാകുമ്പോൾ മദ്രസന്റെ എണ്ണം കൂടും. പക്ഷെ എന്താണെന്നറിയോ? പണ്ട് പയ്യോളിയിലെ മുസ്ലിയാർ പാടിയത് എന്താ പാടിയത്? പയ്യോളി പിന്നെ ഖാദിയായിരുന്ന മുഹമ്മദ് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ പാടിയ പാട്ട് എന്താ അറിയോ? ആ പാട്ട് നോക്കൂ നിങ്ങൾ. ഇബ്ലീസ് മദ്രസയിട്ടു ഫീ അർളില്ല, അള്ളാഹുവിന്റെ ഭൂമിയിലിതാ ഇബ്ലീസ് മദ്രസ ഇട്ടിരിക്കുന്നു. നാടാകെ ദീന് നടത്തി ലഅനത്തുല്ലാഹ്. കണ്ടോ? അള്ളാന്റെ ശാപത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നിട്ടോ മീമുല്ലി മദ്രസത്തിൻ വമീമു ജഹന്നമി, മദ്രസയുടെ ആദ്യത്തിലെ മീമ് ജഹന്നമിന്റെ മീമ്, അവസാനത്തിലെ മീമ്. അപ്പൊ എന്താ? മദ്രസയിൽ പഠിച്ചാൽ ജഹന്നമിക്ക് പോകും. ഇതൊരു മുസ്ലിയാർ പാടിയതാ, ഒരു മുസ്ലിയാർ എഴുതി പാടിയതാണ്, വേറെ ആരുമല്ല. ഇത് സുന്നി വോയിസ് ആണ്, സമസ്തക്കാരെ അംഗീകരിക്കണത്. എന്നിട്ടോ പിന്നെ പാടിയതോ ഒരു കാലത്തും ലാ തജ്അലുൽ ബനീന, ഒരു കാലത്തും നിങ്ങൾ മദ്രസ ഉണ്ടാക്കരുത്, നിങ്ങളെ മക്കൾക്ക് ഉണ്ടാക്കരുത്. മദ്രസ വഴിയിൽ യതഅല്ലമൂന, മദ്രസന്റെ വഴിയിൽ പഠിപ്പിക്കാൻ നിങ്ങൾ മക്കൾക്ക് സൗകര്യം ഉണ്ടാക്കരുത് എന്ന് തറപ്പിച്ച് പാടിയ പാരമ്പര്യം സമസ്തക്കുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മാറ്റം വന്നു. ആ മാറ്റം എങ്ങനെ വന്നത്? പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ അദ്ദേഹത്തിന്റെ ചരിത്രം എഴുതപ്പെട്ട പുസ്തകത്തിൽ കാണാ. അന്നെന്തായിരുന്നു? ചില മുസ്ലിയാക്കന്മാര് പറഞ്ഞിരുന്നു മദ്രസ എന്നതിന് ദർസ് ഇല്ല എന്ന നിർവചനം പോലും പലരും ഉയർത്തിക്കാട്ടി. അതൊക്കെ ഈ പലരും ആരറിയോ? ഈ പലരും എന്ന ബഹുവചനം മുസ്ലിയാക്കന്മാരാണ്. അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായിരുന്നു. പിന്നെ 950 എന്തുണ്ടായത്? സമസ്തക്ക് ശരിക്ക് മദ്രസ സംവിധാനം ഉണ്ടായത്. ഇത് നമ്മൾ പലപ്പോഴും പറഞ്ഞു ഒക്കെ മുന്നോട്ട് പോയപ്പോ അവര് പിന്നെയും പറയും അല്ല മദ്രസ ഞങ്ങൾ ഉണ്ടാക്കി അവകാശപ്പെട്ടോട്ടെ, പ്രശ്നമില്ല. പക്ഷേ ചരിത്രം മൂടി വെക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ കഴിഞ്ഞ 100ാം വാർഷിക സമ്മേളനത്തിന്റെ 1ാം ദിവസ സ്വാഗത പ്രഭാഷകൻ പച്ചക്ക് പറഞ്ഞു എന്നാണ് സമസ്ത മദ്രസ ആരംഭിച്ചത്. കേട്ടോളി. 1926 ഉണ്ടാക്കിയ സമസ്ത അതിന്റെ ഏതാണ്ട് ഒരു 20-25 കൊല്ലത്തോളം ഈ പ്രതിരോധ മേഖലയിലായിരുന്നു പ്രവർത്തിച്ചത്. വഹാബികളെ പ്രതിരോധിക്കുക. അവരിവിടെ ആകെ കുഴപ്പമുണ്ടാക്കിയിരുന്നു. ജനങ്ങളുടെ മനസ്സിലൊക്കെ വിശ്വാസം തെറ്റിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വിഫലമായി നടത്തി ആകെ കുഴപ്പമുണ്ടാക്കിയപ്പോൾ അതിനൊക്കെ കെടുക്കാനും പകരം സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ
അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മഹല്ലുകളിലൊക്കെ സ്ഥാപിക്കാനും വേണ്ടി 10-25 കൊല്ലം എടുക്കേണ്ടി വന്നു. അതിനുശേഷമാണ് അതിന്റെ മറ്റ് അജണ്ടകളിലേക്ക് സമസ്ത കടക്കാൻ കഴിഞ്ഞത്. 1951 മദ്രസ പ്രസ്ഥാനം ഉണ്ടാക്കുന്നത്, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്. അതുണ്ടാക്കിയതിനു ശേഷം അതാ നമുക്കറിയാം, നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായ വിജ്ഞാനം ഒരു മനുഷ്യൻ എങ്ങനെയാണോ മുസ്ലിമായി ജീവിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ അറിയാത്ത ഒരു കുട്ടിയും നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത അവസ്ഥയിൽ ആ ഒരു നിലപാടിലേക്ക് നമ്മുടെ രാജ്യനെ പരിവർത്തിച്ചത് സമസ്തയാണ്. മുസ്ലിമായി എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്നു മദ്രസ. 1950 ശരിക്കും അതുമായി ബന്ധപ്പെട്ട പ്രമേയവും കാര്യമൊക്കെ പാസ്സാക്കി ഇപ്പൊ ഇവിടെയുള്ള സിലബസ് പുത്തൻവാദിയുള്ള സിലബസ് ആണ്. ഇതൊക്കെ ഒന്ന് മാറ്റി സമസ്ത സിലബസ് കൊണ്ടുവരണം എന്നൊക്കെ ആലോചിച്ച് ഇറങ്ങണത് 1950. ഇത് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ ചരിത്ര പുസ്തകം. ഈ പുസ്തകത്തിലും കാണാ മദ്രസ തുടങ്ങിയ കാലത്ത് അതിനെതിരെ പല കോണുകളിൽ നിന്നും വിമർശനങ്ങൾ ഉണ്ടായി. ഏതാ ഈ പല കോണുകള്? എല്ലാം മുസ്ലിയാക്കന്മാരടങ്ങുന്ന കോണാണ്, വേറൊന്നുമല്ലേ, ഒക്കെ മുസ്ലിയാക്കന്മാരാണ്. ഇനി ഏതെങ്കിലും മുസ്ലിയാർക്ക് വേണം തോന്നിയാലോ ആ മുസ്ലിയാരെ കണ്ണുരുട്ടി കാണിച്ചു പേടിപ്പിച്ചെന്നാണ്. എന്നിട്ട് പറയാ ഞങ്ങളാ മദ്രസ ഉണ്ടാക്കിയത്. അങ്ങനെ പറയരുത്. മുജാഹിദ് പ്രസ്ഥാനത്തിനെ മാതൃകയാക്കി നമുക്ക് മദ്രസ പ്രസ്ഥാനം തുടങ്ങാൻ കഴിഞ്ഞു. അങ്ങനെ പറഞ്ഞോളി, അതല്ലേ ശരി. ആ ചരിത്രമാണ് സമൂഹം കേൾക്കേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശ്വാസ മേഖലയിലും അതേപോലെ സാമൂഹിക നവോത്ഥാന മേഖലയിലും രാഷ്ട്രീയ രംഗത്തൊക്കെ കൈവക്കാൻ സാധിച്ച, കയ്യൊപ്പ് ചാർത്തിയ പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. ഇത് ചരിത്രത്തെ നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കിയ രാഷ്ട്രീയക്കാർക്ക് പോലും ബോധമുള്ളതാണ്. അവർക്ക് വരെ ബോധമുണ്ടാകുമ്പോ മതരംഗത്തുള്ളവർ, മതമേലാളന്മാരെന്ന് അവകാശപ്പെടുന്നവർ ഒരിക്കലും ഇതൊക്കെ മൂടിവെച്ച് മറച്ചുവെച്ച് സമൂഹത്തെ വഞ്ചിക്കരുത്. അവസാനം റഹ്മത്തുള്ളാ ഖാസിമി പച്ചക്ക് തുറന്നു പറഞ്ഞു, എന്തറിയോ, എല്ലാ മുജാഹിദാളാ എന്ന് കേട്ടോളൂ, എല്ലാ മുജാഹിദാളാ. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ 100 കൊല്ലം കൂടുമ്പോ നമ്മൾ വലിയ പുരോഗതി ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ നമ്മളെ സമസ്ത അവരെ സമസ്താകാൻ സാധ്യതയില്ല. കാരണം അവരിത് പുരോഗതിക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല, അധോഗതി കുറയാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവും, മിക്കവാറും നിങ്ങൾ പോകാൻ സാധ്യതയുണ്ട്. നല്ലോണം നിങ്ങൾ പോയാലെന്ത് വന്നാലും ഞാനീ പറഞ്ഞ നേരം അങ്ങനെ മനസ്സിലാക്കിയാലേ നമുക്ക് സമസ്ത മനസ്സിലാവും. അല്ല, സമസ്ത ഉണ്ടാക്കിയത് മദ്രസ ഉണ്ടാക്കാൻ ഒന്നുമില്ല. മദ്രസ കേരളത്തിൽ ആദ്യം ഉണ്ടാക്കിയത് വഹാബികളാണ്. സംഘടന ആദ്യം ഉണ്ടാക്കിയത് വഹാബികളാണ്. എല്ലാം ആദ്യം ഉണ്ടാക്കിയത് വഹാബികളാണ്. നമ്മളാണ് ഉണ്ടാക്കിയതൊക്കെ വെറുതെ. ഇപ്പൊ നിങ്ങൾ SKSF കുട്ടികളൊക്കെ ഇങ്ങനെ സ്റ്റേജിൽ കയറുന്നോണ പറയും, ഇതൊക്കെ നോണയാണ്. എന്നൊന്നും നിങ്ങളൊന്നും വിചാരിക്കരുതട്ടാ. ഇനിയിപ്പൊ നിങ്ങൾ നേർഞ്ഞാട്ടിയാലും ഞാൻ പോവും, പോകും. കാരണം നിങ്ങളെന്ന് എനിക്ക് പേടിയില്ല, എനിക്കിന്റെ റബ്ബിനെ പേടിയുള്ളൂ. നേര് പറയണം. പണ്ട് കാലത്ത് പലതും അങ്ങനെ പറഞ്ഞു പോയി, സദസ്സിന് അനുസരിച്ച് തോന്നിയൊക്കെ പറഞ്ഞു കേട്ടോളി. ഇത് ഇതൊക്കെ പറഞ്ഞു. പണ്ട് കാലത്ത് പലതും സദസ്സിന് വേണ്ടി തോന്നിയത് പറഞ്ഞു പോയി. ഈ തിരിച്ചറിവ് ഉസ്താദുമാരെ ഇസ്ലാമിന്റെ വിശ്വാസ കാര്യത്തിലൂടെ ഉണ്ടായാൽ മതി. പ്രിയപ്പെട്ട സാധാരണക്കാരെ ഒന്ന് മനസ്സറിഞ്ഞ് കേൾക്കി. ഇത് മുജാഹിദുകൾ പറയല്ല, ഇത് സാക്ഷാൽ മുസ്ലിയാക്കന്മാര് പറയാണ്. പണ്ട് കാലത്ത് സദസ്സിന് വേണ്ടി പലതും പറഞ്ഞു പോയി, നോണ പറഞ്ഞു പോയി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കൊന്നും അവകാശപ്പെട്ട് ഇവിടെ വിജയിക്കാനല്ല, മറിച്ച് എന്താ അറിയോ, നാളെ ഒറ്റക്കാകുന്ന ലോകത്ത് നമുക്ക് സമാധാനം കിട്ടണമെങ്കിൽ, നമ്മൾ കുഴങ്ങാതിരിക്കാൻ, നമ്മളാകെ പേടിച്ച് ഭയവിഹ്വലരായി നട്ടം തിരിഞ്ഞ് നരകത്തിന്റെ വിറകുകളായി മാറ്റപ്പെടാതിരിക്കാൻ നമുക്ക് വേണ്ടത് ഇസ്ലാമിന്റെ വിശ്വാസ മേഖല ശരിയാകലാണ്. അതുകൊണ്ട് മദ്രസന്റെ കണക്കും യത്തീംഖാനന്റെ കണക്കും മറ്റു കണക്കും അതൊക്കെ ദുന്യാവിന് വേണ്ടിയാണ്. അതൊക്കെ മാറ്റിവെക്കുക. ആ സംവിധാനങ്ങളൊക്കെ ദീനിനെ സഹായിക്കാനാണ്. മറിച്ച് അടിത്തറ ശരിയായില്ലെങ്കിൽ എല്ലാം പൊളിയും. എല്ലാ കർമ്മങ്ങളും ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ, എല്ലാം പൊളിഞ്ഞ് ചുട്ടെരിയുന്ന കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ വിറകുകളായി മാറ്റപ്പെടും എന്ന് പേടിയുണ്ടാവുക. അതിനാൽ പരലോക വിജയത്തിനു വേണ്ടി വളരെ ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ഒരുങ്ങുന്ന ഒരു ജീവിതം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവണം.